ഹലോ. അപ്പോൾ അങ്ങനെ മേൽപ്പാഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ. അവിടെ ഇന്നും കൂടിയേ ഓഫറൊക്കെ ഉള്ളൂ. അപ്പം കുറേ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അവിടെ പോയി ഒന്ന് കറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ. വരുന്ന വഴിക്ക് നിറയെ കൊന്നപ്പൂക്കൾ അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത മാസം വിഷുവാണല്ലോ, അത് കാരണം അങ്ങനെ അതേ ബീച്ചിലെത്തി. എത്തിയപാട് ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയും പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ മറ്റേ നോമ്പ് തുറേൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പാർസൽ, അതും കഴിച്ച് പിന്നെ ഒരു കാടമുട്ട ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതേ നമ്മൾ പൂഴിയിലേക്ക് ഇറങ്ങിയിട്ടോ. പൂഴിയിലേക്ക് ഇറങ്ങി ഞാമീനതേ പൂഴിയിൽ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പിച്ച് അവൾ പൂഴിയിലിരുത്തി ഇങ്ങനെ കളിപ്പിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമിലെ പൂഴിയിൽ ഇങ്ങനെ ഇരുത്തി കളിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഇരുത്തി കളിച്ചിട്ടൊന്നുമില്ല, വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇതേ വെള്ളത്തിലേക്കൊക്കെ ഇറക്കിയിട്ടോ. പിന്നെ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നല്ല ഒച്ചയും വിളിയും എറിയുന്ന ഒച്ചയൊക്കെ കേൾക്കാം. അതൊന്നും എല്ലാവരും ഇഷ്ടപൊളിയാണ്. ഞാൻ ഇവിടെ നല്ല കളിയില്ല. ആദ്യം വെള്ളത്തിൽ ഇറക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ എത്രയും വെള്ളത്തിൽ കണ്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോകും. ആദ്യം പേടിയില്ലേനി, പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഒക്കെ ഓക്കെ ആയിട്ടോ. പിന്നെ അവൾക്ക് വെള്ളത്തിൽ നിന്ന് പോരാൻ പറ്റുന്നില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. കുളിക്കാനൊക്കെ പറയണ്ട. കുളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ തോർത്താൻ ഇഷ്ടമല്ല. വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, അതാണ് അവിടെ മെയിൻ ഹോബി. അങ്ങനെ കുറേ വെള്ളത്തിൽ കളിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, വെള്ളത്തിലേക്ക് പോകരുത്, അയ്യോ കുഞ്ഞിനെ വെള്ളത്തിൽ ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പെട്ടെന്ന് ഒരാൾ ദേ പോകുന്നു വെള്ളത്തിലേക്ക്. ആ ആളാണ് ദേ കാണുന്ന പച്ചക്കറി. അമ്മ ആദ്യം പറഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങല്ലേ, നമുക്ക് പേടിയാവുന്നത്. പക്ഷെ അമ്മ ദേ സ്പീഡിലൊക്കെ പോയിട്ട് വെള്ളത്തിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ മറ്റേ ഇതുണ്ടായിരുന്നു കേട്ടോ, ബോട്ടിങ്. വലിയ ഒരു 8-10 ആൾക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു ബോട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ പേടിച്ച് കടലിൻ്റെ തറ്റം വരെ പോയിട്ട്, കാണാൻ പറ്റുന്ന ഒരു തറ്റല്ലേ, ആ ഒരു തറ്റം വരെ പോയിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. ആദ്യം അമ്മമാർക്ക് പേടിയാണ്, പക്ഷേ ലീനാമ്മ വന്നില്ല കേട്ടോ. ലീനാമ്മക്ക് പേടിയായിട്ട് ലീനാമ്മ വന്നില്ല. ഞങ്ങൾ മൂന്നാളും പോയി. നാമീനെ ലീനാമ്മ നോക്കിട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബോട്ട് കയറുന്നതിന് മുന്നേ നാമി അവിടെ 2 ചേട്ടന്മാരെ പൂഴിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പാത്രം വെച്ചിട്ട്. അതിൽ കളിച്ച് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബോട്ട് കയറി അടിപൊളി റൈഡ് ചെയ്യുന്നു കേട്ടോ. അവിടുന്ന് ചേട്ടന്മാരാണ് ബോട്ടിൽ വീഡിയോ കൊടുത്തത്. ഗൈസ് ബീച്ചിൽ വന്നാൽ മസ്റ്റ് ട്രൈ റൈഡാണ് കേട്ടോ. എല്ലാവരും ബീച്ചിൽ ഒരു പ്രാവശ്യം ഇതിലൊന്ന് കയറി വെക്കണേ. അടിപൊളി റൈഡാണ്, നല്ല എക്സ്പീരിയൻസ്. എന്തായാലും ഒരു പ്രാവശ്യം കയറി പിന്നെയും കയറാൻ തോന്നും, നല്ല രസമുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് അതിങ്ങനെ ബോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് ഏത് നമ്പറിലാണ് വീഴുന്നത് ആ നമ്പറിൽ കൂടി പ്ലസ് ചെയ്തിട്ട് ആ ഒരു നമ്പറിനനുസരിച്ചുള്ള ഗിഫ്റ്റ് നമുക്ക് തരും കേട്ടോ. അങ്ങനെ ഒരു കളി അത് കളിച്ച് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ വാങ്ങി കഴിച്ചിട്ടോ. മോഹബത്ത് കാ സർബത്ത്, വത്തക്കവെള്ളം, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് അങ്ങനെ എല്ലാം വാങ്ങിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഒരു കടയ്ക്ക് വാങ്ങിയിട്ട് കേട്ടോ. അതൊക്കെ വാങ്ങി കഴിച്ച് വയറൊക്കെ ഫുൾ അയക്കുന്ന ഏകദേശം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ച് റോഡിൽ തന്നെയുള്ള മന്തി ഹൗസിലേക്കാണ്. അങ്ങനെ താണ്ടാ അവിടെ എത്തിയപ്പോൾ നോമ്പ് തുറേൻ്റെ സമയമായതുകൊണ്ട് സീറ്റ് ഫുള്ള് ബുക്കിടും അതേപോലെ തന്നെ ഫുള്ള് ഇരുന്നിട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് പാർസൽ വാങ്ങിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ. ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സ് കൊടുക്കാണ്ട് ഞങ്ങൾ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പം എത്തിയ ഉടനെ ഞാമീനെ കുളിപ്പിച്ച് എല്ലാവരും കുളിച്ച് അതിന് ശേഷം ഞാമിക്ക് അങ്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ മന്തി കഴിച്ച് പിന്നെ നേരെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന്. ഞാൻ 2 ദിവസം മുന്നേ നമുക്കൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വട മേക്കർ. അപ്പോൾ അത് ഇന്നാണ് ഡെലിവറി ആയത്. അത് ഞങ്ങൾ ഈ ചടനൂരിലേക്കാട്ടോ ഡെലിവറി ആയത്. അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയാൽ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് പിന്നെ അത് പൊടിച്ച് നോക്കി തന്നിട്ടായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. പുതിയ വീഡിയോ കണ്ടിരിക്കും. ബൈ.